ഹലോ, അസ്സാം വലൈക്കും. അപ്പം ഞങ്ങളുടെ കൊടൈക്കനാൽ ട്രിപ്പ് ഗുണ കേവിലെത്തി നിൽക്കുകയായിരുന്നു. അയ്യോ, നല്ല തിരക്ക്. എവിടെയെങ്കിലും തട്ടി വീഴുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഈ മൊബൈലും പിടിച്ച് കയറുന്നത് ഒരു ടാസ്ക്. അപ്പോൾ ഇതാണ് ആ കേവ്. ഇത് കേവാണോ കാടാണോ എന്താണെന്ന് പോലും നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് വേറൊരു ലോകത്തോട്ടേ പോയി. ഇതാണ്ട് ഇവിടെ എല്ലാം ബന്തോസാക്കി ഇട്ടേക്കുവാണ്. കുറച്ച് നേരം നമ്മളിവിടെ നിന്ന് നമ്മൾ ആ സിനിമയിലോട്ട് ഇറങ്ങിപ്പോവും. ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. പിന്നെ എല്ലാവരും ഇവിടുന്ന് താഴേലോട്ട് എങ്ങനെ ഇറങ്ങും എന്നുള്ളൊരു ചിന്തയിലാണ് നിൽക്കുന്നത്. കയറിയപ്പോൾ അറിഞ്ഞില്ല കേട്ടോ, ഇനി ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് ആലോചിക്കുക. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് വന്ന് പില്ലർ റോക്കിലേക്കാണ് വന്നത്. എന്താണ് ഈ പില്ലർ റോക്ക് എന്നറിയാൻ കുറേ സമയം ഇവിടെ നിൽക്കേണ്ടി വന്നു. കാരണം ഇവിടെ അത്യാവശ്യം കോടയുണ്ടായിരുന്നു. അതായത് ഇതൊക്കെ കണ്ടോ, ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, നല്ല കോട ഏറി മൂടി നിൽക്കുകയാണ്. പക്ഷെ കോട മാറിയപ്പോൾ ഉള്ളൊരു വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു. രണ്ട് തൂണ് മാതിരി ഇങ്ങനെ നിൽക്കുമായിരുന്നു, കൊള്ളായിരുന്നു. ഇവിടെ വന്നതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സ്ഥലമെന്ന് പറയുന്നത് മൂയർ പോയിൻറ്റും ഈ പില്ലർ റോക്കുമാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളും ഇഷ്ടപ്പെട്ടു, എന്നാലും കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടാണ്. ഈ രണ്ട് സ്ഥലത്ത് നല്ല കോടയുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ വലിയ പ്രതീക്ഷയിൽ പോയൊരു സ്ഥലമാണ് കൊടൈക്കനാൽ ഗാർഡൻ. വന്നു കഴിഞ്ഞപ്പോഴല്ലേ അറിഞ്ഞത് ഫ്ലവേഴ്സിൻ്റെയൊക്കെ ടൈം ആയി വരുന്നതേ ഉള്ളൂ. കുറേ പച്ചപ്പ് മാത്രം ഉണ്ടായിരുന്നു. ഭയങ്കര വിഷമമായി പോയി. കാരണം നമ്മൾ ഈ ഫ്ലവേഴ്സ്, പലതരത്തിലുള്ള ഫ്ലവേഴ്സൊക്കെ കാണാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിരുന്നു വിചാരിച്ചത്. എല്ലാം പൊളിഞ്ഞു. എന്നാലും ഞങ്ങൾ വിട്ടില്ല. ഞങ്ങൾ റീൽസ് എടുത്ത് അവിടെ തകർത്തു. അത് പിന്നെ ഞങ്ങൾ എവിടെ പോയാലും ഒഴിവാക്കാത്തൊരു സംഭവമാണ്. പിന്നെ ഞങ്ങൾ പോയത് ലേക്കിലോട്ടാണ്. ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ക്യൂ നിൽക്കുന്ന കാര്യം ഓർത്തപ്പോൾ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തു, അടിച്ച് പൊളിച്ച് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട്. ഈ തണുപ്പിന് ഞങ്ങൾക്ക് ക്യാമ്പ് ഫയർ വലിയൊരു ആശ്വാസമായിരുന്നു. എല്ലാവരും തകർത്താടുകയാണ്. പിറ്റേന്ന് ഞങ്ങൾ എല്ലാവരും കെട്ടിപ്പറക്കി നേരെ തേക്കടിയിലോട്ട് വെച്ച് വിട്ടു. തേക്കടിയിലോട്ട് വരുന്നവർ കുരങ്ങനെ സൂക്ഷിക്കേണ്ടതാണ്. ഇവിടെ കുരങ്ങൻ്റെ ശല്യം ഒരുപാട് കൂടുതലാണ്. നമുക്ക് ഇവിടുന്ന് ഒരു മുട്ടൻ പണി കിട്ടി. വരുന്നവർ സ്നാക്സോ കുപ്പിയോ ഒന്നും കയ്യിൽ കരുതരുത്. ഇല്ലെന്നുണ്ടെങ്കിൽ കുപ്പിയും പോവും, നമുക്ക് നല്ല രീതിയിൽ ആക്രമണം കിട്ടും. എൻ്റെ മോനെ കിരങ്ങൻ വളഞ്ഞിട്ട് ആക്രമിച്ച്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ബോട്ട് സവാരിക്ക് എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാമെന്ന് പറഞ്ഞാണ് എല്ലാവരും ബോട്ട് സവാരിക്ക് പുറപ്പെട്ടത്. പക്ഷേ ഒന്നുമില്ല, വെറുതെയാണ് ഈ ഒരു യാത്ര. നമ്മളാകെ കണ്ടത് കുറേ കാട്ടുപോത്തിനെയും മാനയും അല്ലാതെ പ്രത്യേകിച്ച് ഒന്നിനെയും നമ്മൾ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇതാണ് കാട്ടുപോത്താണോ മാനാണോ എനിക്കിപ്പം എന്താന്ന് പോലും പിടിയില്ല കേട്ടോ. ഈ രണ്ട് ഐറ്റത്തെ മാത്രമേ 250 രൂപ ഒരാൾക്ക് ടിക്കറ്റ് എടുത്ത് നമ്മൾ പോയത്. പിന്നെ കൊള്ളാം, ബോട്ടിലിരുന്ന് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ നല്ല രസമുണ്ടായിരുന്നു. ഇത് നമ്മുടെ കാടിനുള്ളിലൊരു റിസോർട്ടാണ്. ഒരു ദിവസത്തേക്കെങ്ങാണ്ട് 14,000 രൂപയാണ് വാടക. താല്പര്യമുള്ളവർ എന്നെ സമീപിക്കേണ്ട. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ 3 ദിവസത്തെ യാത്ര അടിപൊളിയായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. ആർക്കും കുഴപ്പമൊന്നുമില്ലാതെ എല്ലാവരും സേഫായിട്ട് വീട്ടിലെത്തി. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.